കോവിഡ് ബാധിച്ച് മരിച്ചവരെ ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ച് ദഹിപ്പിച്ച സംഭവത്തിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളോട് ശ്രീലങ്കൻ സർക്കാർ മാപ്പ് പറഞ്ഞിരിക്കുന്നു. ഇസ്ലാമിക ആചാരങ്ങൾക്ക് അനുസൃതമായി കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ഖബറടക്കം നടത്തുന്നത് സുരക്ഷിതമാണെന്ന് ലോകാരോഗ്യ സംഘടന ഉറപ്പു നൽകിയിരുന്നു. അത് അവഗണിച്ചായിരുന്നു മരിച്ച മുസ്ലിം വിഭാഗത്തിലുള്ളവരെയും ശ്രീലങ്ക സർക്കാർ ദഹിപ്പിച്ചത്. കുടുംബത്തിൻ്റെ അഭ്യർത്ഥന അവഗണിച്ചായിരുന്നു മരിച്ചവരെ ദഹിപ്പിച്ചിരുന്നത്. ഇതേറെ വിവാദമാവുകയും ചെയ്തിരുന്നു. ഭാവിയിൽ മുസ്ലിങ്ങളുടെയോ മറ്റേതെങ്കിലും സമുദായത്തിൻ്റെയോ സംസ്കാര ചടങ്ങുകൾ അവരുടെ വിശ്വാസത്തിന് വിരുദ്ധമായി നടത്തില്ലെന്ന് ഉറപ്പാക്കുമെന്നും ശ്രീലങ്കൻ സർക്കാർ പ്രസ്താവനയിൽ അറിയിച്ചു. പരമ്പരാഗതമായി ശ്രീലങ്കയിലെ ഭൂരിഭാഗം ബുദ്ധമതക്കാരും ഹിന്ദുക്കളെ പോലെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുകയും മുസ്ലിങ്ങൾ മരിച്ചവരെ ഖബറടക്കുകയുമാണ് പതിവ്. ശ്രീലങ്കയിലെ മുസ്ലിം പ്രതിനിധികൾ സർക്കാരിൻ്റെ ക്ഷമാപണത്തെ സ്വാഗതം ചെയ്തു. എന്നാൽ ശ്രീലങ്കയിലെ 22 ദശലക്ഷം ജനസംഖ്യയുടെ 10% വരുന്ന മുസ്ലിം സമുദായം മുഴുവൻ അതിൻ്റെ ആഘാതത്തിൽ നിന്ന് മുക്തരായിട്ടില്ലെന്ന് മുസ്ലിം കൗൺസിൽ ഓഫ് ശ്രീലങ്കയുടെ വക്താവ് ഹിൽമി അഹമ്മദ് പറഞ്ഞു. സർക്കാരിൻ്റെ നിർബന്ധിത ശവസംസ്കാര നയത്തിന് പിന്നിൽ പ്രവർത്തിച്ച അക്കാദമിക് വിദഗ്ധരായ മെഥിക വിധാനകെ, ചന്ന ജയസുമന എന്നിവർക്കെതിരെ കേസ് കൊടുക്കുമെന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെടുമെന്നും ഹിൽമി അഹമ്മദ് വ്യക്തമാക്കി. കോവിഡ് ബാധിച്ചു മരിച്ച 40 ദിവസം പ്രായമായ കുഞ്ഞിനെ മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായാണ് ഭരണകൂടം ദഹിപ്പിച്ചത്. അന്ന് ആ മുസ്ലിം യുവദമ്പതികൾ അനുഭവിച്ചത് പറഞ്ഞറിയിക്കാനാവാത്ത വേദനയായിരുന്നുവെന്നും ഹിൽമി അഹമ്മദ് പറയുന്നു. കോവിഡ് ബാധിച്ചു മരിച്ചവരെ ഖബറടക്കിയാൽ ജലസ്രോതസ്സുകൾ മലിനമാകുമെന്നും അതുവഴി പകർച്ചവ്യാധി കൂടുതൽ വ്യാപിക്കുമെന്നുമുള്ള ചില വിദഗ്ധരുടെ അഭിപ്രായത്തെ പിൻപറ്റിയാണ് ശ്രീലങ്കൻ സർക്കാർ വിവാദ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോവിഡ് ബാധിച്ചു മരിച്ച 276 മുസ്ലിങ്ങളെ അക്കാലത്ത് ദഹിപ്പിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. മുസ്ലിം മൃതദേഹ സംസ്കാര ചട്ടങ്ങൾ ലംഘിച്ചതിന് UN മനുഷ്യാവകാശ കൗൺസിലിലും മറ്റു ഫോറങ്ങളിലും അന്നത്തെ പ്രസിഡന്റ് ഗോതബയ രാജപക്സെ വൻ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. കോവിഡ് ഇരകളെ മണ്ണിൽ അടക്കാൻ അനുവദിക്കരുതെന്ന വിദഗ്ധരുടെ ഉപദേശം താൻ നടപ്പാക്കുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു രാജപക്സെയുടെ അന്നത്തെ ന്യായീകരണം. ശ്രീലങ്കൻ സന്ദർശന വേളയിൽ അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അഭ്യർത്ഥനയെ തുടർന്ന് 2021 ഫെബ്രുവരിയിലാണ് രാജപക്സെ നിർബന്ധിത ശവസംസ്കാര നയം അവസാനിപ്പിച്ചത്. തുടർന്ന് ദ്വീപിന്റെ കിഴക്ക് വിദൂരമായ ഒട്മവാടി പ്രദേശത്ത് ശ്മശാനം അനുവദിച്ചിരുന്നു. എന്നാൽ കർശന സൈനിക മേൽനോട്ടത്തിലായിരുന്നു മൃതദേഹങ്ങൾ സംസ്കരിച്ചത്. മരണമടഞ്ഞ ആളുടെ കുടുംബാംഗങ്ങളെ ആരെയും അവിടേക്ക് കടത്തിവിട്ടിരുന്നില്ല. പിന്നീട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പിടിമുറുക്കുകയും മാസങ്ങൾ നീണ്ട പ്രതിഷേധത്തെ തുടർന്ന് 2 വർഷം മുമ്പ് രാജപക്സെ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയുമായിരുന്നു.